പോയിട്ട് വരാം. വില ഞെട്ടിച്ച സാധനം കേട്ടോ. ഇതിന്റെ വില കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് ആക്രി പറക്കി വിറ്റ് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് കുറച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ വർഷങ്ങൾ പഴക്കമുള്ള കുറച്ച് ആക്രി സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. കുറേയൊക്കെ അമ്മയുടെ പാത്രങ്ങളാണ് കേട്ടോ. അറ്റവും ഇതൊക്കെ പൊട്ടിയതും പിന്നെ റബ്ബറിൻ്റെ കുറേ ഡിഷുകളും അങ്ങനെ എന്തിനു പറയുന്നു, വീട്ടിലെ കെണ്ടിയും വിളക്കും വരെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി. അതിനകത്തൊക്കെ ചെറിയ പൊട്ടലുണ്ടായിരുന്നു. ഈ വിളക്കാണെങ്കിൽ ഒരു ഭയങ്കര വലിയ വിളക്കായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റണം നമ്മൾ കുറേ നാളുകൊണ്ട് പറയുന്നത്. അങ്ങനെ എല്ലാം കൂടെ പറക്കി കെട്ടി 10-20 കിലോമീറ്ററും താണ്ടിയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊല്ലത്ത് ആണ്ടാമുക്ക് എന്ന് പറയും, ചിന്നക്കടയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ നമ്മുടെ ഈ വെറ്റ്ലാൻഡ് ഉണ്ടല്ലോ, വെറ്റ്ലാൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന കടയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം വണ്ടിയുടെ അകത്തും വണ്ടിയുടെ പുറത്തും വണ്ടിയുടെ ഫ്രണ്ടിലും ഒക്കെ സാധനമായിരുന്നു. എന്തായാലും ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. ഇപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം വീട്ടിലെ സാധനങ്ങൾ. ആ പ്രഷർ കുക്കർ വരെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. കാരണം പ്രഷർ കുക്കറിൽ നിന്ന് ലീക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചീനിച്ചട്ടി, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ഈ ഡിഷൊക്കെ കുറേ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൊടുത്തപ്പോൾ എന്താ 4722 രൂപ കിട്ടി. അങ്ങനെ കുക്കർ കൊടുത്ത കാരണം ഒരു കുക്കർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പ്രിസ്റ്റീജിൻ്റെ കുക്കർ നോക്കി, ഹോക്കിൻസിൻ്റെ കുക്കർ നോക്കി. ഹോക്കിൻസിൻ്റെ ഈ ഒരു ടൈപ്പ് കുക്കർ തന്നെയായിരുന്നു ഇതിന് മുന്നേ ഇരുന്നത്. അതുകൊണ്ട് അത് പിന്നെ എടുക്കാൻ നിന്നില്ല. പിന്നെ ദാണ്ട ഇങ്ങനെയുള്ള മിനിയേച്ചറായിട്ടുള്ള സാധനങ്ങൾ, എനിക്കിത് ഒരുമാതിരി ഭയങ്കര ക്രൈസാട്ടോ. ഇത് കണ്ടപ്പോഴാണെങ്കിൽ എനിക്കങ്ങ് എടുക്കണം എന്നൊരു തോന്നലായിരുന്നു. ഇതേപോലെ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ ചെറിയ സൈസ്, പിന്നെ ഒരാൾക്ക് ചായ ഇടുന്ന ചായപാത്രം, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ തൂക്കം അനുസരിച്ചാണ് കേട്ടോ വിലയെന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ലാഭത്തിന് സാധനം വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത വിളക്ക് ഇതായിരുന്നു. അത്യാവശ്യം വെയിറ്റും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ 2 ചീനിച്ചട്ടി കൊടുത്തിട്ട് നമ്മൾ 1 ചീനിച്ചട്ടിയായിരുന്നു വാങ്ങിച്ചത്. അതിൻ്റെ ഒരു പ്രതിഷേധം അമ്മ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ ചട്ടുകവും ഒരു 10-30 വർഷം പഴക്കം ചെന്നിട്ട് വളമൊക്കെ വളഞ്ഞ് അങ്ങനൊരു ചട്ടുകമായിരുന്നു. അത് മാറ്റിയിട്ട് ഒരു ചട്ടുകവും വാങ്ങിച്ച്. പിന്നെ കിണ്ടി പൊട്ടലുണ്ടായതുകൊണ്ട് കിണ്ടി മാറ്റി ഒരു കിണ്ടി വാങ്ങിച്ചു. ഈ ഒരു കിണ്ടിയുടെ വില തന്നെ കേൾക്കുമ്പോൾ ഞെട്ടും, ഞാൻ അവസാനം പറയാൻ കേട്ടോ. പിന്നെ തട്ടം വാങ്ങിച്ച്, അങ്ങനെ കുറേ എനിക്ക് ഈ സെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് 48 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടം പോലെ കളക്ഷൻ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കളക്ഷൻ. ഈ ഒരു ജഗ് കണ്ടപ്പോൾ എനിക്കൊരു അറബിക് ടച്ചൊക്കെ തോന്നി കേട്ടോ. ഞാൻ അന്നേരം അവിടെ ഇന്നവരോട് ചോദിക്കുകയും ചെയ്ത്, ആ ഒരു അറബിക് ടച്ചൊക്കെ ഉള്ള ജഗ്ഗാണല്ലോ എന്ന്. നമ്മുടെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. നമ്മൾ കൊണ്ടുകൊടുത്ത സാധനങ്ങൾക്കെല്ലാം കൂടെ 4722 രൂപ കിട്ടി. കാണാൻ പറ്റൂ, 4722. നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി 6006 രൂപയായി. 1284 രൂപ നമുക്ക് എക്സ്ട്രാ ആയി. നമ്മൾ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് നോക്കിയാല് വേണ്ട, ഇത് നമ്മുടെ പ്രസ്റ്റീജ് അല്ലേ ആണ്. ഒരു 6 ലിറ്ററിന്റെ കുക്കർ വാങ്ങിച്ച്, 6 ലിറ്ററിന്റെ 6 ലിറ്ററിന്റെ ഒരു കുക്കർ വാങ്ങി. കുക്കറിന്റെ സൗണ്ട് ആണോ? പിന്നെ 5 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ കുക്കറാ. ബാക്ക്ഗ്രൗണ്ടിൽ കുക്കർ മൂടി പറയുന്നതായിട്ട്. പിന്നെ ഇത് അമ്മയുടെ 2 ഇരുമ്പേട്ടി കൊടുത്തിട്ട് 1 ഇരുമ്പ് കെട്ടിയാക്കി കൊണ്ടുവന്ന് അമ്മ അതിനുള്ള പ്രതിഷേധം അറിയിച്ചായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിച്ചു. ഇവിടുത്തെ ചട്ടകം വല്ലാണ്ട് വളഞ്ഞുപോയി. അങ്ങനെ ഒരു ചട്ടകം വാങ്ങിച്ചു. ഇവിടുത്തെ ചട്ടകം 30 വർഷം പഴക്കമുള്ള ഒരു ചട്ടകമായിരുന്നു. ആ 30 വർഷമുള്ള ചട്ടകത്തിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്. അത് വളഞ്ഞു കണ്ട് ഇത് കുറെ വർഷങ്ങൾ കൊണ്ട് നയനയുടെ ബക്കറ്റ് സ്റ്റീ ഉണ്ടായിരുന്ന സാധനം. അപ്പൊ അത് വാങ്ങിച്ച്. ഇത് കൊള്ളാം. പക്ഷെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിട്ട് നയന ഇങ്ങനെ വെതില് പിടിച്ച് കിടക്കുക. ബ്ലോഗ് എടുക്കാൻ സമ്മതിക്കുന്നില്ല, അകത്തുള്ള കുട്ടിപ്പട്ടാളങ്ങള്. ഇത് നയനയുടെ ബക്കറ്റ് ലിസ്റ്റ് കിടന്നൊരു സാധനമായിരുന്നു. ഇഷ്ടം പോലെ സാധനങ്ങളോടുണ്ട്. നയന ഓരോ ജംഗ്ഷനിൽ നിന്നിട്ടൊക്കെ നിൽക്കും വാങ്ങിക്കാൻ വേണ്ടി. ഞാൻ പിന്നെ ഉന്തുവണ്ടിയായിരുന്നു. വേണ്ട നയനെ, ഇതൊന്നും ആവശ്യമില്ലാത്ത നയനെ എന്ന് പറഞ്ഞ് അവളെ തള്ളി എടുത്തോണ്ട് വന്നേ. ഇത് കൊള്ളാം കേട്ടോ. ഇത് നമുക്ക് അവള് ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്കെല്ലാം ഓണമല്ലേ വരാൻ പോന്നെ. ഗസ്റ്റുകളൊക്കെ വരുന്നത് നിനക്ക് നിശ്ചയം നടത്തുമ്പോ എന്റെ ഉറപ്പിക്കലിന്, കല്യാണം ഉറപ്പിക്കലിന് കാർ വിളമ്പാൻ വേണ്ടിയിട്ട് നയന വാങ്ങിച്ചു വെച്ചത്. നമുക്ക് അന്നേരം വ്ളോഗ് എടുക്കാം. അന്നേരം വ്ളോഗിനകത്ത് ഇത് വെച്ച് വിളമ്പുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാം.
പിന്നെ നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ സ്റ്റീൽ പ്ലേറ്റുകൾ, അത് 30 വർഷം പഴക്കമുള്ള, എല്ലാം വളഞ്ഞു പോയി. 30 കൂടുതൽ പഴക്കമുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അത് മാറ്റിയിട്ട് ഇന്നലെ 2-3 എല്ലാം നമ്മുടെ മറ്റേ അമ്പലത്തെ അന്നദാനത്തിന് വളർന്ന പാത്രം ഉണ്ടല്ലോ, അത് ഇന്നലെ 2-3 വാങ്ങിച്ചായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഇന്നും പോയി വാങ്ങിച്ചത്. ഇത് 3 വാങ്ങിച്ചു. ഒരെണ്ണം ഞാൻ ഉദ്ഘാടനം ചെയ്തു കേട്ടോ. അങ്ങനെ 2 പാത്രം, 2 3, ഇന്നലെ പിന്നെ 2 വാങ്ങിച്ചു. അങ്ങനെയുള്ള കുറച്ചായി. പിന്നെ എന്റെ വില ഞെട്ടിച്ച സാധനമാണ് കേട്ടോ. ഇത് സ്വർണ്ണ പ്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. ഇത് മറ്റേ നമ്മുടെ വിളക്ക് എത്തിക്കുന്ന തട്ടം, അതൊരെണ്ണം വാങ്ങിച്ച്. പിന്നെ ഇതിന്റെ വില കിട്ടിയപ്പോ ഞാൻ ഞെട്ടിപ്പോ കേട്ടോ. ഈ ഒരു കുഞ്ഞൻ കിണ്ടിക്ക് 710 രൂപ, 1 കിലോയ്ക്ക് 1400-400 എങ്ങാണ്ട്. ഇതിന് 710 രൂപയായി. ഞാൻ അന്നേരം അവർക്ക് തെറ്റിയതാണോ എന്ന് എനിക്കൊരു തോന്നി. 710 രൂപ. നമ്മുടെ ഇവിടുത്തെ കിണ്ടിക്കകത്ത് പൊട്ടല് വേണമായിരുന്നു, അപ്പൊ അതുകൊണ്ട് മാറ്റി. ഇവിടുത്തെ കിണ്ടിയും വിളക്കും 10-30 വർഷം പഴക്കം ചെന്ന കിണ്ടിയും വിളക്കുമായിരുന്നു. ഇവിടുത്തെ വിളക്ക് ഭയങ്കര വലുതായിരുന്നു, അപ്പൊ അത് മാറ്റി അങ്ങനത്തെ ഒരു വിളക്ക് വാങ്ങിച്ച്. ഇത് 1862 രൂപ. 1862, 1.5 കിലോ നമ്മുടെ വിളക്ക് എങ്ങനെ മാറ്റി. കൊള്ളാല്ലേ? ഇവിടുത്തെ വിളക്ക് ഇത്ര എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇത്ര. പക്ഷെ വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. വിളക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വെയിറ്റ് കുറഞ്ഞായിട്ടൊന്നും ഇല്ല. ഇത് ഉള്ളുണ്ടല്ലോ. മറ്റേ വെയിറ്റ് കുറയുമ്പോഴേ ഇവിടെ എണ്ണ ഒഴിക്കാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു. ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ച് 1606 രൂപയ്ക്ക് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചത്. അതായത് നമ്മുടെ 1284 പോയോളൂ. കുറെ അലൂമിനിയം ഒക്കെ വിറ്റായിരുന്നു, അതിന് 2000 എത്രാണ്ട് കിട്ടി. പിന്നെ സ്റ്റീല്, അങ്ങനെ കുറെ വിറ്റ്. പഴയ കെണ്ടിയും വിളക്കും തട്ടവും കൊടുത്തപ്പോ 1904 രൂപ കിട്ടി. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. പുതിയ വ്ളോഗുമായിട്ട് ഞാൻ വരാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ.